ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രി എന്ന സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. അട്ടക്കുളങ്ങര ജയിലിൽ വെച്ചെഴുതിയ വിവാദ കത്ത് മുദ്രവച്ച കവറിൽ നൽകാമെന്ന് സരിത സോളാർ കമ്മീഷനെ അറിയിച്ചു. ബെന്നി ബെഹനാന് 5 ലക്ഷവും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും നൽകിയെന്നും സരിത കമ്മീഷനെ അറിയിച്ചു. 12 നവംബറിലാണ് പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കായി ബെന്നി ബെഹനാന് 5 ലക്ഷം രൂപ നൽകിയതെന്ന് സരിത പറഞ്ഞു. മാനവിക യാത്ര നടത്തിപ്പിനായി PC വിഷ്ണുനാഥിന് 2 തവണയായി 2 ലക്ഷം രൂപയും നൽകി. ഇതിനു പുറമെ പല രാഷ്ട്രീയ നേതാക്കളും കമ്പനിയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചതിന്റെ തെളിവുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അത് ലഭിച്ചാൽ കമ്മീഷനിൽ ഹാജരാക്കുമെന്നും സരിത പറഞ്ഞു. ചെറിയ പദ്ധതികളിൽ കേന്ദ്രീകരിക്കാതെ വലിയ പദ്ധതികൾ തുടങ്ങാനും അതിനുവേണ്ട സഹായങ്ങൾ നൽകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രിയാണെന്നും സരിത കമ്മീഷനിൽ മൊഴി നൽകി. ടീം സോളാറിന്റെ പദ്ധതികൾക്കായി പാലക്കാട് കിൻഫ്രയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെന്നും ഇതിനായി 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ താൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും സരിത പറഞ്ഞു. ഇടുക്കി കൈലാസപ്പാറയിലെ പദ്ധതിക്കും മുഖ്യമന്ത്രി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ കമ്മീഷൻ അടുത്ത സിറ്റിംഗിൽ കൈമാറുമെന്നും സരിത പറഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് ഒരു ഡിസ്കഷന് തയ്യാറല്ലാത്ത ചില സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിനെ പറ്റിയിട്ട് അതിൻ്റെ നിജസ്ഥിതി, ഓരോ ആരോപണങ്ങളുണ്ട്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു കവറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു എവിഡൻസ്, അത് എൻ്റെ കേസിൻ്റെ നിലനിൽക്കുന്ന എൻ്റെ കേസിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളാകാമെന്നുള്ളതുകൊണ്ട് അതും ഞാനൊരു സീൽഡ് കവറിൽ കമ്മീഷനെ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. സോളാർ കേസ് അന്വേഷണ സംഘത്തോട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഫോണിൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടുണ്ടെന്നും സരിത മൊഴി നൽകി. നാളെ സരിതയ്ക്ക് കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാകേണ്ടതിനാൽ സരിതയുടെ വിസ്താരം മറ്റന്നാളത്തേക്ക് മാറ്റി. ഷാജഹാനോടൊപ്പം KM ഉമേഷ്, കൊച്ചി. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ അവഹേളിച്ചതിന്റെ പേരിൽ മന്ത്രി KC ജോസഫിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ക്രിമിനൽ കോടതിയലക്ഷ്യ കേസാണ് മന്ത്രി KC ജോസഫിനെതിരെ ചുമത്തുക. ഈ മാസം 16-ന് KC ജോസഫിനോട് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ താജുദ്ദീൻ ചേരുന്നു. താജു, എന്തൊക്കെയാണ് കോടതിയലക്ഷ്യ കേസിൽ മന്ത്രി KC ജോസഫിനെതിരെ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്? വിശദാംശങ്ങൾ. അജിംഷാദ്, മന്ത്രി KC ജോസഫ് നടത്തിയ ആക്ഷേപകരമായ പരാമർശങ്ങൾ ക്രിമിനൽ കോടതിയലക്ഷ്യകരമാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തുകയായിരുന്നു. കോടതിയിൽ ക്രിമിനൽ കോടതിയലക്ഷ്യകരമാണെന്ന് കണ്ടെത്തിയ കോടതി മന്ത്രി KC ജോസഫിനെതിരെ കുറ്റപത്രം തയ്യാറാക്കാനും ഉത്തരവിട്ടു. ഈ കുറ്റപത്രം സ്വീകരിക്കുന്നതിനായി അടുത്ത മാസം 16-ന് വൈകിട്ട് 3:30-ന് കോടതിയിൽ നേരിട്ട് ഹാജരാവണമെന്നും ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, സുനിൽ തോമസ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന ആക്ഷേപകരമായ പരാമർശമാണ് കോടതിയലക്ഷ്യ കുറ്റത്തിന് ആധാരമായത്. ഈ കാര്യം കോടതിയലക്ഷ്യ കുറ്റം ആണ്, അതിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് V ശിവൻകുട്ടി MLA സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിലാണ് കോടതി ഈ തീരുമാനമെടുത്തത്. കോടതിയലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കാൻ അനുമതി വേണമെന്ന ആവശ്യപ്പെട്ട് ശിവൻകുട്ടി നൽകിയ അപേക്ഷ അഡ്വക്കേറ്റ് ജനറൽ നടപടി സ്വീകരിക്കുന്നതിൽ വൈകിച്ചിരുന്നു. ഇതിൽ കോടതി കടുത്ത അതൃപ്തി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അഡ്വക്കേറ്റ് ജനറലിന്റെ അനുമതിക്കായി കാത്തു നിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയാണ് മന്ത്രി KC ജോസഫിന്റെ നടപടികൾ, പരാമർശങ്ങൾ കോടതിയലക്ഷ്യകരമാണെന്ന് കോടതി കണ്ടെത്തിയത്. ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന ആക്ഷേപകരമായ പരാമർശം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതാണ് കോടതിയലക്ഷ്യകരമായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കോടതിയിൽ V ശിവൻകുട്ടി MLA സമർപ്പിച്ച മാധ്യമ വാർത്തകളാണ് കോടതി ഇപ്പോൾ കോടതിയലക്ഷ്യ കുറ്റത്തിന് വേണ്ടി നടപടി സ്വീകരിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പരാമർശമാണ് എന്ന് കണ്ടെത്തിയത്. അതേ തുടർന്നാണ് അടുത്ത മാസം 16-ന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനും കുറ്റപത്രം സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചത്. ശരി, താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി KC ജോസഫിനെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യം കേസ് എടുത്തിരിക്കുന്നു. വിശദാംശങ്ങളാണ് താജുദ്ദീൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയും AGയും DGPയുമായി നെടുമ്പാശ്ശേരിയിൽ കൂടിക്കാഴ്ച നടത്തി. സോളാർ കമ്മീഷനിൽ സരിതയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. രാവിലെ 9:30 മുതൽ എറണാകുളത്ത് മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം റദ്ദ് ചെയ്ത മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്കായി അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലിയെയും വിമാനത്താവളത്തിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ച 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. സോളാർ കമ്മീഷന് മുമ്പാകെ സരിത ഇന്നലെ CD അടങ്ങിയ തെളിവുകൾ ഹാജരാക്കിയ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് എന്നതും പ്രസക്തമാണ്. സരിത ഹാജരാക്കിയ 4 ഓഡിയോ CDകളിൽ ആദ്യത്തേത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ സലീം രാജുമായും മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ തമ്പാനൂർ രവിയുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങളും രണ്ടാമത്തേത് മുഖ്യമന്ത്രിയുടെ ഇടംകൈയായ ബെന്നി ബെഹനാൻ MLAയുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങളുമാണ്. വ്യവസായി എബ്രഹാം കലമൺ
മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും തോമസ് കുരുവിള കാശ് കൈപ്പറ്റിയതിന് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്ത രേഖയുമടക്കം സരിത ഹാജരാക്കുമ്പോൾ സോളാർ കേസിൽ മുഖ്യമന്ത്രി ഇതുവരെ തുടർന്നു പോന്ന വാദങ്ങളാണ് പൊളിയുന്നത്. ഈ പറയുന്ന നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഒരു FIR ഇട്ട് അതിനെ ചങ്കൂറ്റത്തോടെ ഒന്ന് നേരിടാൻ പറ, സ്വന്തം സ്ഥാനമൊക്കെ രാജിവെച്ച്. മുഖ്യമന്ത്രിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും ഇതിനെയും നിയമപരമായി എങ്ങനെ നേരിടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി AGയും DGPയുമായി ചർച്ച നടത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ സരിത സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കുമ്പോൾ തെളിവെവിടെ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സോളാർ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ച കൊണ്ട് വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇത്രമാത്രം തുറന്നുകാട്ടപ്പെട്ട ഒരാൾക്ക് എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാകുമെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ഉമ്മൻചാണ്ടി ഉടൻ രാജിവെക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഇത്രമാത്രം തുറന്നുകാട്ടപ്പെട്ട ഒരു മനുഷ്യന് എങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു വശത്തൂടെയല്ല, എല്ലാ വശത്തൂടെ നോക്കിയാലും സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്തയാളാണ് ഉമ്മൻചാണ്ടി. തിരുവനന്തപുരം വക്കത്ത് യുവാവിനെ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസ് പിടിയിലായി. വക്കം സ്വദേശി വിനായകനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഗുണ്ടാരാജാണെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണെന്നും ഇതിനുദാഹരണമാണ് ഇന്നലെ വക്കത്തും നെടുമങ്ങാടും നടന്ന സംഭവങ്ങളെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. നമ്മുടെ സംസ്ഥാനത്തെ പോലീസിൻ്റെ കടമ നിറവേറ്റാനാവുന്നില്ല. വിജിലൻസിൻ്റെ കടമ തന്നെ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെ കാര്യം പറയാനുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. അഴിമതി സർക്കാരിനെ താങ്ങി നിർത്തുന്നതിലും അതിനെതിരെ ഉയരുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്നതിലുമാണ് പോലീസിന് ശ്രദ്ധയെന്നും VS കുറ്റപ്പെടുത്തി. നാട്ടിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ DGP കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കളിക്കുകയാണെന്നും VS അച്യുതാനന്ദൻ വിമർശിച്ചു. കേരളത്തിലെ പോലീസിന് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ അഴിമതി കേസുകൾ ഒതുക്കി തീർക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. വർഗീയ സംഘർഷം സൃഷ്ടിക്കുവാനുള്ള വടക്കേ ഇന്ത്യയിലെ RSS BJP അഴിഞ്ഞാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഗുണ്ടകൾ വിലസുന്നത്. ഇങ്ങനെ നാട്ടിലാകെ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും DGP കോളേജ് കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ കളിച്ചു നടക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പദവി DGP ലോ ആൻഡ് ഓർഡർ എന്നതിന് പകരം DGP ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് തിരുത്തുന്നത് നന്നായിരിക്കും. അതിലും രസം ഇതൊക്കെ കണ്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ചർമ്മകാഠിന്യമാണ് കഷ്ടം. സ്വവർഗരതി നിയമവിധേയമാക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. സ്വവർഗരതി ക്രിമിനൽ കുറ്റം തന്നെയാണെന്ന സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള തിരുത്തൽ ഹർജിയിലാണ് തീരുമാനം. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം സ്വവർഗരതി പ്രകൃതി വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി 2013 വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധിക്കെതിരെ നാസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് തിരുത്തൽ ഹർജി സമർപ്പിച്ചത്. ഹർജി 5 അംഗ ഭരണഘടനാ ബെഞ്ചാകും പരിഗണിക്കുക. നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലാണ്. ഇപ്പോൾ എറണാകുളം ചെറായിയിൽ പിണറായി വിജയൻ സംസാരിക്കുന്നു. വികസനം ഉറപ്പുവരുത്താനാവും. ഇതോടൊപ്പം നമ്മുടെ നാട് ആകെ അഴിമതി വിമുക്തമാവണം. അഴിമതി എന്ന് പറയുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെയും കൂട്ടരുടെയും കേളി വിലാസങ്ങളാണ് എല്ലാവർക്കും ഓർമ്മ വരിക. ഉമ്മൻചാണ്ടിക്ക് ഒരു നിമിഷം പോലും നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരിക്കാൻ അർഹതയില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി അത്രയധികം ജീർണിച്ചു പോയതുകൊണ്ട്, ഈ അഴിമതിയിലെല്ലാം പങ്കുപറ്റിയവരായതുകൊണ്ട് ഇക്കാര്യത്തിലൊന്നും ഒരു നിലപാടും സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. ഒരു സ്ത്രീ വ്യവസായം നടത്താൻ വന്നാൽ ആ വ്യവസായത്തിൽ നിന്നുണ്ടാക്കുന്ന ആദായത്തിന് പങ്കു ചോദിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിലിടപെടാൻ കഴിയാത്ത കോൺഗ്രസിൻ്റെ ജീർണതയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വ്യവസായം നടത്താൻ വരുന്ന ഒരു സ്ത്രീയുടെ മാനവും പണവും കവരാൻ തയ്യാറാകുന്ന കോൺഗ്രസ് പ്രധാനികൾ, അവരെക്കുറിച്ച് ആലോചിക്കാൻ പോലും തയ്യാറാകാത്ത സോണിയാഗാന്ധി അധ്യക്ഷയായ കോൺഗ്രസ്
എന്തൊരു ജീർണതയാണെന്ന് ആലോചിച്ച് നോക്കണം. 2 മാസക്കാലത്തേക്ക് ഉമ്മൻചാണ്ടി കലോത്സരം ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായി സ്വൈര്യമായിട്ട് ഇവിടെ ഇരിക്കാമെന്നാണോ വിചാരം? പുറത്തിറങ്ങാൻ കഴിയില്ല, അത്ര കനത്ത പ്രതിഷേധത്തെ അടിച്ചമർത്താമെന്നാണ് വിചാരിക്കുന്നത്. അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമവും കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുക. ഞങ്ങൾ അഴിമതി വിമുക്തെന്ന് പറയുമ്പോൾ എല്ലാ തലങ്ങളിലും അഴിമതി വിമുക്തമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മന്ത്രിസഭാ തലത്തെക്കുറിച്ച് ആളുകൾക്കറിയാം. LDFൻ്റെ മന്ത്രിസഭയിൽ KM മാണിമാരോ ബാബുമാരോ ഉണ്ടാകില്ല. എന്നാൽ നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരൻ ഒരു ഗവൺമെൻറ് എന്നൊരു കാര്യം നേടേണ്ടതുണ്ട്, ഒരു തീരുമാനം വേണം. പലർക്കുമുള്ള ദുരനുഭവം കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് അവസാനിക്കണം. കൈക്കൂലി ഇല്ലാത്ത നാടായി നമ്മുടെ നാടിനെ മാറ്റണം. അതിന് ഭരണരംഗത്ത് സുതാര്യമായ നടപടികൾ വേണം. ഒരു കടലാസിൽ തീരുമാനം സമയബന്ധിതമായി ഉണ്ടാവണം. അത് തട്ടിക്കളിക്കാൻ പറ്റില്ല. ഇങ്ങനെ പൂർണ്ണമായും അഴിമതി വിമുക്തമായ ഒരു സംസ്ഥാനം ഉണ്ടാവുക എന്താണ് ഉദ്ദേശം. ഇതെല്ലാം കൂടി ചേർത്തുള്ള മുദ്രാവാക്യമാണ് നേരത്തെ പറഞ്ഞ മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്. ഈ നാട് തകരാൻ വിട്ടുകൂടാ. നമുക്ക് ഈ നാടിനെ പുനർനിർമ്മിക്കണം. എല്ലാ പ്രാഭവത്തോടെയും നാടിനെ വീണ്ടെടുക്കണം.